എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചാത്തന്നൂർ, തിരുമുക്ക്, ഇത്തിക്കര പാലം എന്നിവിടങ്ങളിലെ വർക്ക് അപ്ഡേറ്റ് ആണ്. ചാത്തന്നൂർ ജംഗ്ഷനിൽ നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം നേരത്തെ തന്നെ കഴിഞ്ഞതാണ്. കൂടാതെ ഇപ്പോൾ പെയിൻറ്റിംഗ് വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചാത്തന്നൂരിൽ നിന്നും തിരുമുക്ക് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മാത്രമാണ് സർവീസ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ ഇപ്പോഴും പഴയ ഹൈവേയിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് അല്പം സ്ലോയിലാണ് ചാത്തന്നൂർ ജംഗ്ഷനിലെ വർക്കുകൾ നടക്കുന്നത്. തിരുമുക്കിൽ നിർമ്മിക്കുന്ന അണ്ടർപാസിനോട് ചേർന്നുള്ള ആറി വാളിൻ്റെ വർക്ക് ഒരു സൈഡിൽ പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പരവൂർ നെടുങ്ങോലം റോഡിൽ നിന്നും തിരുമുക്കിൽ നിർമ്മിക്കുന്ന അണ്ടർപാസിലേക്കുള്ള വ്യൂ ആണ്. ഈ അണ്ടർപാസിന് ചേർന്നുള്ള ഭാഗങ്ങളിൽ ഇപ്പോൾ വർക്ക് നടക്കുന്നില്ല. ഇതിനോട് ചേർന്ന് തന്നെ ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണവും നടക്കുന്നുണ്ട്. ഇവിടെ നിന്നും നേരെ പോകുന്നത് ഇത്തിക്കര പാലത്തിനടുത്തേക്കാണ്. ഇത്തിക്കര പാലം എത്തുന്നതിന് മുന്നേ ഒരു എൻട്രി പോയിൻ്റ് നിർമ്മിക്കേണ്ടതുണ്ട്. അത് എക്സാക്റ്റ് എവിടെയാണെന്നുള്ളത് ഇപ്പോഴും അറിയില്ല. ഇവിടെയും കുറച്ച് ഭാഗങ്ങളിൽ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിക്കുന്നതും അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നതുമൊക്കെ കാണാം. ഇപ്പോൾ ഇത്തിക്കര പാലം നിർമ്മിക്കുന്നത് പഴയ പാലത്തിൻ്റെ അതേ ഹൈറ്റിലാണ്. അതുകൊണ്ട് ഒരു ചെറിയ ഇറങ്ങി വേണം പാലത്തിലേക്ക് പോകാനുള്ളത്. ഈ ഭാഗത്താണ് ശിവാലയുടെ യാർഡ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അത്രയും ഭാഗത്ത് മാത്രം നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല. റൈറ്റ് സൈഡിൽ ഒരു കുന്നുണ്ട്. അതിൻ്റെ
കുറച്ച് ഭാഗം ഇടിച്ച് മാറ്റി അവിടെ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ച് സർവീസ് റോഡ് നിർമ്മിക്കാനുള്ള പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി നമുക്ക് ഇത്തിക്കര പാലത്തിൻ്റെ വിശേഷങ്ങൾ നോക്കാം. ഇതാണ് ഇത്തിക്കര പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച. ഇത്തിക്കര പാലത്തിൽ സർവീസ് റോഡുകളില്ല. പഴയ പാലം നിലനിർത്തി അത് സർവീസ് റോഡായി ഉപയോഗിക്കുന്നതായിരിക്കും. പുതിയ പാലത്തിൽ 6 വരികളാണുള്ളത്. കൂടാതെ 2 സൈഡുകളിലും കാൽനട യാത്രക്കാർക്ക് വേണ്ടി പ്രത്യേകം ട്രാക്കും നിർമ്മിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. പാലം തീരെ ഹൈറ്റ് കുറച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. കുറച്ച് ഹൈറ്റിലായിരുന്നു നിർമ്മിച്ചിരുന്നെങ്കിൽ പാലത്തിൻ്റെ അടിയിൽ കൂടി വേണമെങ്കിൽ യാത്ര ചെയ്യാമായിരുന്നു. സർവീസ് റോഡുകളെ തമ്മിൽ കണക്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുമായിരുന്നു. പാലം കഴിഞ്ഞിട്ടുള്ള ഭാഗത്തും സർവീസ് റോഡിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. പാലത്തിനോട് ചേർന്നും മെയിൻ റോഡിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഭാഗത്ത് താറങ്ങിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾ ഇത്രയും നേരം കണ്ടത് ചാത്തന്നൂരിൽ നിന്ന് തിരുമുക്ക് വഴി ഇത്തിക്കര പാലത്തിലേക്കുള്ള ലെഫ്റ്റ് സൈഡിലെ കാഴ്ചകളാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിലെ കാഴ്ചകൾ കാണാനായി നമുക്ക് ഇവിടെ നിന്നും തിരിച്ച് ചാത്തന്നൂരിലേക്ക് യാത്ര ചെയ്യാം.
ഇവിടെ സർവീസ് റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി കോൺക്രീറ്റ് ഭിത്തിയുടെ നിർമ്മാണം നടക്കുന്നതേയുള്ളൂ. അത് കുറച്ച് ദൂരം കൂടി ഇനി ചെയ്യാനുണ്ട്. അതിനുശേഷം ഇവിടെ മണ്ണ് ഫില്ല് ചെയ്തിട്ട് വേണം സർവീസ് റോഡ് നിർമ്മിക്കേണ്ടത്. തിരുമുക്ക് അണ്ടർപാസിനോട് ചേർന്ന് ഒരു സൈഡിൽ മാത്രമാണ് ആര്യവാളിൻ്റെ വർക്ക് നടന്നിട്ടുള്ളത്. മറു സൈഡിൽ ഇതുവരെയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അവിടെ മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട്. പക്ഷേ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇവിടെ വർക്ക് അല്പം സ്ലോയാണ്. ലേബേഴ്സിനെ ഒന്നും കാണാനുമില്ല. തിരുമുക്ക് മുതൽ ചാത്തന്നൂർ വരെ കൂടുതൽ വർക്കൊന്നും നടന്നിട്ടില്ല. ഇവിടെ ഇതുവരെയും സർവീസ് റോഡിൻ്റെ വർക്ക് പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോഴും വാഹനങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ പഴയ റോഡിൽ കൂടി തന്നെയാണ് പോകുന്നത്. ഫ്ലൈ ഓവറിനോട് ചേർന്നുള്ള അപ്രോച്ച് റോഡിന് വേണ്ടിയുള്ള ആര്യവാളിൻ്റെ വർക്കാണ്. കുറച്ച് ഹൈറ്റിൽ ചെയ്തിട്ടുണ്ട്. ഇത്തിക്കര പാലം മുതൽ മൈലക്കാട് കൊട്ടിയം വരെയുള്ള വർക്കിൻ്റെ അപ്ഡേറ്റ് അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.